2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടമാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഒരിക്കൽ കൂടി നേർക്കുനേർ വരുന്നു. രാത്രി 7-ന് കൊളംബോയിലാണ് മത്സരം. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുകയാണ്. അനിൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ സൂപ്പർ മാച്ചിന്റെ ആവേശത്തിലാണ് ആരാധകരും. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് പൂജപ്പുര ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് മേഘന മുരളി കൂടി ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ അനിലേക്ക് പോകണം. അപ്പം അനിലോട് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞായിരുന്നല്ലോ, അതിൻ്റെ ഇടയിലാണ് മേഘനയുടെ കാര്യം പറഞ്ഞത്. അനിലേ, അപ്പോൾ ഇന്ന് നടക്കാനിരിക്കുന്ന വാശിയേറിയ മത്സരം അതൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഹസ്തദാനം, അതുമായി ബന്ധപ്പെട്ട ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് പ്രവേദ. ഗുഡ് മോർണിംഗ് സ്മിത. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ലോകകപ്പിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയ മാച്ച് അല്ലെങ്കിൽ ഏറ്റവും ആരാധകർ കാത്തിരിക്കുന്ന മത്സരം ഏത് എന്ന് ചോദിച്ചാൽ ഒരു തർക്കവുമില്ല, അത് ഈ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം തന്നെയാണ്. ഒരു ക്രിക്കറ്റ് കളത്തിലെ എൽ ക്ലാസിക്കോ എന്നൊക്കെ വേണമെങ്കിൽ ഈ മത്സരത്തെ വിശേഷിപ്പിക്കാം. ഒരുപക്ഷെ സമീപകാലത്ത് ഇന്ത്യക്കാണ് വലിയ മുൻതൂക്കമെങ്കിൽ പോലും ഓരോ സമയത്തും ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ വരുമ്പോൾ ആരാധകർ അത്ര കണ്ട് ആവേശത്തിലാണ്. ആ മത്സരം ഓരോ നിമിഷവും അത്ര കണ്ട് ഉദ്യോഗജനകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ പുതിയൊരു എഡിഷൻ വരുമ്പോൾ ഒരുപക്ഷെ കളത്തിന് പുറത്തെ കളികളാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. കഴിഞ്ഞ ഏഷ്യ കപ്പിലെ സംഭവങ്ങൾ നമുക്കറിയാം. അന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാൻ താരങ്ങൾക്ക് കൈകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ അതിന് പാകിസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് എൻ്റെ തലവൻ മോഹ്സിൻ നഖ്വി ചെയ്തത് ഇന്ത്യക്ക് ട്രോഫി കൈമാറാതെ ആ ട്രോഫിയുമായി പോയതാണ്. ആ ട്രോഫി ഇതുവരെ ചാമ്പ്യന്മാരായിട്ടും ഇന്ത്യക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ആ പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് ബംഗ്ലാദേശിനെ ലോകകപ്പിൽ നിന്ന് ICC പുറത്താക്കുന്നത്. ഇന്ത്യയിൽ അവർക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ളത്. ആ ഒരു പോയിന്റ് പിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ പുതിയ പ്രകോപനത്തിന് വന്നു. ലോകകപ്പിൽ കളിക്കാൻ തയ്യാറാവില്ല എന്നൊക്കെ തന്നെ. ഒടുവിൽ ICC വലിയ വടിയെടുക്കേണ്ടി വന്നു. നിങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധം ഇല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകി. ഒടുവിൽ ലാഹോറിലെത്തി ചർച്ച നടത്തി. അങ്ങനെ പാകിസ്ഥാൻ ഒരു വഴിക്ക് വന്ന് അങ്ങനെ ഈ മത്സരം അങ്ങനെ നടക്കാൻ പോവുകയാണ്. ഈ മത്സരമാണ് ഈ ലോകകപ്പിലെ ഏറ്റവും വരുമാനം ഉണ്ടാക്കി തരുന്ന മത്സരം എന്ന് പോലും പറയേണ്ടിയിരിക്കുന്നു. കാരണം മൊത്തം വരുമാനത്തിൻ്റെ ഒരു 30% ഈ ലീഗ് ഫോർമാറ്റിൽ ഉണ്ടാക്കി തരുന്ന ഈ ഒരു മത്സരത്തിന് വേണ്ടിയാണ്. ബ്രോഡ്കാസ്റ്റേഴ്സ് അടക്കം വലിയ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ മത്സരം നടക്കാനിരിക്കുന്നത്. പക്ഷേ പ്രവിധ ചോദിച്ച പോലെ തന്നെ വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്, പാകിസ്ഥാൻ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും തമ്മിൽ ഇനിയെങ്കിലും കൈകൊടുക്കുമെന്നുള്ളത്. അതിലിപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. കാരണം ഇന്നലെ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ഇരു ക്യാപ്റ്റന്മാരും ആ സസ്പെൻസ് പൊട്ടിച്ചിട്ടില്ല. ആദ്യം പ്രസ് മീറ്റിന് വന്നിരുന്നത് പാകിസ്ഥാന്റെ നായകൻ സൽമാൻ അലി ആകെയാണ്. അദ്ദേഹം പറഞ്ഞത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളതാണ്. സൂര്യകുമാർ യാദവിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി വളരെ രസകരമായിട്ടാണ് ആ ഒരു ഹസ്തദാനത്തെക്കുറിച്ച് പറയുന്നത്. ഇനിയും സമയമുണ്ടല്ലോ, 24 മണിക്കൂറുണ്ടല്ലോ, നിങ്ങൾ ആ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തനോട് നിങ്ങൾ പോയി സമാധാനമായി ഭക്ഷണം കഴിക്കൂ, ഉറങ്ങോ, എന്നിട്ട് കളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം മറ്റൊരു മാധ്യമപ്രവർത്തകൻ കൂടെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടും പറഞ്ഞത് നിങ്ങളോട് അതേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ പോയി നന്നായി ഉറങ്ങൂ, ഭക്ഷണം കഴിക്കൂ, നമുക്ക് നാളെ. അപ്പോൾ ഒന്നുകൂടി ചോദിക്കുന്നത്, നിങ്ങൾ ടോസിൻ്റെ സമയത്ത് എന്തെന്നുള്ള ആ മാധ്യമപ്രവർത്തകർ ഒരിക്കൽ കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പറയുന്നത് അത് നമുക്ക് ടോസിൻ്റെ സമയത്ത് കാണാമെന്നുള്ളത്. അപ്പോൾ മത്സരത്തിന് മുമ്പ് അതിൻ്റെ ഒരു ടെമ്പോ സെറ്റ് ചെയ്യുന്നതിൽ എന്തായാലും ഈ ഹാൻഡ് ഷേക്ക് സംഭവത്തിന് ഇന്ന് വഴിവെക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇരു ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ഇല്ലെങ്കിൽ മത്സരശേഷം താരങ്ങൾ തമ്മിൽ കൈകൊടുക്കും എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു ധാരണ, ആ ഒരു ധാരണയുടെ പുറത്താണ് പാകിസ്ഥാൻ കുറച്ചെങ്കിലും അയഞ്ഞത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഈ മത്സരം കളിക്കാൻ തയ്യാറായത് എന്നുള്ള വാർത്തയാണ്. ഇനി മത്സരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യക്ക് തന്നെയാണ് വലിയ മുൻതൂക്കം. ലോക ചാമ്പ്യന്മാരാണ്. സമീപകാലത്ത് 2020 ഫോർമാറ്റിൽ ഇന്ത്യയുടെ വലിയ ആധിപത്യമാണ്. പാകിസ്ഥാൻ തട്ടിയും തടഞ്ഞുമൊക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു മത്സരമാണ് നമുക്ക് ഒറ്റയ്ക്ക് എടുക്കേണ്ടത്. മുൻകാല ചരിത്രമോ അല്ലെങ്കിൽ കണക്കുകളോ ഒന്നും തന്നെ കാര്യമില്ല. ഇന്ന് കളത്തിൽ ആരാ നന്നായി പെർഫോം ചെയ്യുന്നു എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. ഇന്ത്യക്ക് ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ, കുട്ടി ക്രിക്കറ്റിലെ 1ാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മ, അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമായി തിരിച്ചെത്തുന്ന ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസമേകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതോടുകൂടി നമുക്ക് വേറൊരു സങ്കടം, നമ്മുടെ പ്രിയപ്പെട്ട താരം മലയാളി താരം സഞ്ജു സാംസൺ ഒരുപക്ഷെ ഇന്നത്തെ മത്സരത്തിൽ അവസരം കിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സങ്കടം ഉണ്ടാവും. പക്ഷേ അഭിഷേക് കൂടുതൽ എത്തുന്നത് തന്നെയായിരിക്കും മാച്ചിന് അല്ലെങ്കിൽ മത്സരത്തിന് കൂടുതൽ നമുക്ക് ഗുണകരമാകുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ഇന്ത്യയുടെ ബൗളിംഗ് നിര എങ്ങനെയുണ്ടാകും, സ്പിന്നേഴ്സിനെ തുണയ്ക്കുന്ന ഈ പ്രേമദാസ പിച്ചിൽ കൂടുതൽ സ്പിന്നേഴ്സിനെ ഉൾപ്പെടുത്തുമോ എന്നൊക്കെ തന്നെ കണ്ടറിയണം. ആവേശ പോരാട്ടത്തിനുള്ള കാത്തിരിപ്പിനാണ്. രാത്രി 7 മണിക്കാണ് മത്സരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.